അയ്യപ്പ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭയിലെത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുന്നതിന് മുമ്പ് നടന്ന സംഭവങ്ങളൊക്കെ കോളിളക്കം സൃഷ്ടിച്ചതായിരുന്നു. തീർച്ചയായിട്ടും അതൊരു കേരളത്തിലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കോൺഗ്രസ് ചില നീക്കുപോക്കുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ചില ദിവാസ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ദിവാസ്വപ്നങ്ങൾ തകർന്നടിയും എന്ന് വിചാരിച്ച ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കരുനീക്കി രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യവും പറച്ചിലും കൊണ്ട് പുറത്താക്കി. ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തുമ്പോൾ ആരൊക്കെയാണോ 2026 അധികാരത്തെ ചുറ്റിപ്പറ്റി സ്വപ്നം കണ്ടിരുന്നത്, ആ സ്വപ്നം കണ്ട ആളുകൾക്കൊക്കെ വളരെ ശക്തമായൊരു തിരിച്ചടി കൂടിയാണിത്. അല്ലെങ്കിൽ ആ തിരിച്ചടിയുടെ വലിയൊരു സൂചനയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വന്നതിലൂടെ സംഭവിച്ചേക്കുന്നത്. കാരണം ഇത് കേവലം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മാത്രം ഒരു തീരുമാനമല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് സഭയിൽ എത്തണമെന്നും ആരൊക്കെയാണോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി നടപടിക്രമങ്ങൾ സ്വീകരിച്ചത് അവർക്ക് കൃത്യമായി ഈ വരവിലൂടെ അല്ലെങ്കിൽ ഒരു തിരിച്ചു വരവിലൂടെ മറുപടി കൊടുക്കണം എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന് ഉപദേശിച്ച കോൺഗ്രസ്സിലെ സമുന്നതമായ ഒരു നേതൃത്വം രാഹുലിന് ശക്തി പകർന്നുകൊണ്ട് പിന്നിൽ നിൽക്കുന്നുണ്ട്. അത് 2026 നടക്കാനിരിക്കുന്ന കേരളത്തിലെ ഒരു അധികാര വികേന്ദ്രീകരണത്തിൻ്റെയോ അധികാര മാറ്റത്തിൻ്റെയോ സൂചന തന്നെയാണ് എന്നാണ് പറയാൻ സാധിക്കുക. ഈ കാര്യത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ അയ്യപ്പന് എന്താണ് പറയാനുള്ളത്? പ്രതിഭ, ഇതിനകത്ത് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസിനകത്ത് എപ്പോഴും ഉള്ളതാണ്, എല്ലാ കാലത്തും ഉള്ളതാണ്. അപ്പോൾ ഇവിടെ വി ഡി സതീശന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയൊരു പറ്റെന്ന് പറയുന്നത് കെ സുധാകരൻ എന്ന കണ്ണൂരിൽ നിന്നുള്ള നേതാവിനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന തീരുമാനം തന്നെയായിരുന്നു. അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും കെ സുധാകരനെ ഉൾക്കൊള്ളേണ്ടതായിരുന്നു. അങ്ങനെ എനിക്കൊരു അവസരം തരണം എന്ന് കെ സുധാകരൻ AICCയോട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ തുടക്കം മുതൽ കെ സുധാകരനെ ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ് ഈ പറയുന്ന വി ഡി സതീശന് ഉണ്ടായിരുന്നില്ല. വി ഡി സതീശൻ തന്നെയാണ്, വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പാലക്കാട് നിയമസഭയിൽ മത്സരിക്കാനായി നിർദ്ദേശിക്കുമ്പോൾ കെ സുധാകരൻ കണ്ടിരുന്ന പേര് സരിൻ്റെതായിരുന്നു. ഈ സരിൻ എന്ന് പറയുന്ന CPMലേക്ക് പോയ ആ യുവ നേതാവിൻ്റെ പേര് കെ സുധാകരൻ പറയുമ്പോൾ നഖശികാന്തം എതിർത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കിയ വ്യക്തി വി ഡി സതീശനാണ്. വി ഡി സതീശനാണ് ഈ ഒരു ഹൈ പവർ കമ്മിറ്റി എന്ന ഹൈ പവർ പോലെ എന്ത് തീരുമാനവും ഹൈ കമാൻഡിനേക്കാൾ ഹൈ പവറിൽ നിന്ന നേതാവാണ്. അപ്പോൾ വി ഡി സതീശന് ഒരു വേള വെട്ടാനായി കേരളത്തിൽ അവസരം കാത്തിരുന്ന ആളാണ് രമേശ് ചെന്നിത്തല. രമേശിന് വീണ് കിട്ടിയ ആയുധമാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം വിഷയം. അവിടെയാണ് വി ഡി സതീശൻ ഇത്തരത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ വി ഡി സതീശനൊപ്പം നിൽക്കുന്നു എന്ന എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു തോന്നൽ വി ഡി സതീശൻ നോക്കുമ്പോൾ രമേശ് എൻ്റെ ഒപ്പം നിൽക്കുന്നു രാഹുലിനെ വെട്ടാൻ. എന്നാൽ ശരിക്കും രാഹുലിലൂടെ വി ഡിയെ വെട്ടുക എന്നുള്ള തന്ത്രമാണ് രമേശ് സ്വീകരിച്ചിട്ടുള്ളത്. കേരള രാഷ്ട്രീയത്തിൽ ഇന്നും ജാതി രാഷ്ട്രീയം പറഞ്ഞ് അധികാരത്തിൽ എത്താനായി ശ്രമിക്കുന്ന ഒരാളാണ് രമേശ് ചെന്നിത്തല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് ഉദാഹരണമാണ് ഉമ്മൻചാണ്ടി സാറ് ഇവിടെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ താക്കോൽ സ്ഥാനം വേണം എന്ന NSSന്റെ ആവശ്യത്തിൽ NSSനെ കൊണ്ട് ആഭ്യന്തരമന്ത്രിയായി. ഇത് TP ചന്ദ്രശേഖരൻ വധക്കേസിന്റെ അന്വേഷണം എന്തൊക്കെ പറഞ്ഞിരുന്നാലും അതിൻ്റെ അട്ടിമറിയും കാര്യങ്ങളും ഒക്കെ എത്തിയത് രമേശ് ആഭ്യന്തരമന്ത്രി ആയ ശേഷമാണ്. അതിനു മുമ്പ് TP പാർട്ടി ഗ്രാമത്തിൽ കയറി പ്രതികളെ ശരിക്കുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്തു, തിരുവഞ്ചൂർ അറസ്റ്റ് ചെയ്തു TP കേസിലെ പ്രതികളെ. അവിടെ മുതൽ രമേശ് എന്താണ് എന്നുള്ളത് കേരള ജനത കണ്ടിട്ടുള്ളതാണ്. കേരള ജനതയ്ക്ക് അറിയാം രമേശ് എന്താണ്. രമേശ് ഒരു സ്വാർത്ഥമോഹിയായ നേതാവാണ്. അവിടെ രമേശ് സതീശനോടൊപ്പം നിന്ന് രാഹുലിനെ വെട്ടുമ്പോൾ നമ്മൾ കരുതുന്ന പോലെ വി ഡി സതീശനൊപ്പം രമേശ് മാറുകയല്ല. രമേശിൻ്റെ ഇരിപ്പിടം ശരിയാക്കാനായിട്ടുള്ള തീവ്ര ശ്രമമാണ് നടക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ പ്രതിഭ തുടക്കത്തിൽ ചോദിച്ച പോലെ രമേശ് ചെന്നിത്തല സ്വപ്നം കാണുന്ന പോലെയോ വി ഡി സതീശൻ സ്വപ്നം കാണുന്ന പോലെയോ ഒന്നും ഇവിടെ കേരളത്തിൽ സംഭവിക്കാനുള്ള സാധ്യത കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം ഇപ്പോൾ ഷാഫിയും രാഹുലും വരെ ഇപ്പോൾ മാറി അവർ ആരുടെ കൂടെ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ എത്തിയിട്ടുണ്ട്. അതിന് പറഞ്ഞു കേൾക്കുന്നത് ഈ നിലമ്പൂർ ഇലക്ഷൻ വരുമ്പോൾ ഏറ്റവും കൂടുതൽ
PV അൻവറിനെ വരണ്ട 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 എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ഒരു വ്യക്തി ആരാണ്? UDF PV അൻവറിന്റെ ഒരു പ്രവേശനത്തെ തടഞ്ഞു നിന്നത് സതീശനാണ്. അപ്പൊ സതീശനൊപ്പം നിന്ന രാഹുൽ രാത്രിക്ക് രാത്രി അൻവറിനെ കാണാൻ പോയ ആർക്ക് വേണ്ടിയാണ്? കാര്യം അൻവറിന് KC വേണുഗോപാലുമായി അടുപ്പം ഉണ്ടായിരുന്നു. അല്ല, KC വേണുഗോപാലിനും താല്പര്യം ഉണ്ടായിരുന്നു UDF PV അൻവറിനെ കൊണ്ടുവരണമെന്നുള്ളത്. അപ്പോൾ ഒരു മുതിർന്ന നേതാവിന്റെ പിന്തുണയോടെയാണ് രാഹുൽ അൻവറിനെ കാണാൻ പോയത് എന്ന് പറയുമ്പോൾ അത് KC വേണുഗോപാലാണ്. കാര്യം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നാളെ ആരെ കൊണ്ടാണ് തങ്ങൾക്ക് നേട്ടമുണ്ടാകുന്നത് അവർക്കൊപ്പമേ ഈ പറയുന്ന ഏത് നേതാവും നിൽക്കുള്ളൂ. വീണ്ടും ഒരു പഴയ ഐ ഗ്രൂപ്പ് തിരിച്ചു വരണം, ഉണ്ടാക്കിക്കൊണ്ട് വരണം, ഉമ്മൻചാണ്ടിയുടെ മകനെ കൂടെ നിർത്തണം എന്നൊക്കെ പറഞ്ഞ് A ഗ്രൂപ്പാണ് ഇദ്ദേഹത്തെ സഭയിലേക്ക് കൊണ്ടുവന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷെ അവിടെയും KCയുടെ ബ്രെയിനാണ് ഇവിടെ കൂടുതലും വർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ സ്ഥാനമോഹികളെ ഒക്കെ തന്നെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് KC വരാനുള്ള സാധ്യതകൾ അനുദിനം വർദ്ധിച്ചു കൊണ്ടുവരുന്ന ഒരു അവസ്ഥ. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം KC വേണുഗോപാൽ അനഭിമതനല്ല, അത് അവർ പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പോൾ KC വേണുഗോപാലിൻ്റെ ഒരു അച്ചുതൊണ്ടിലൂടെ, അല്ലെങ്കിൽ അത് KC വേണുഗോപാലിനെ അച്ചുതൊണ്ടാക്കി നിർത്തിക്കൊണ്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ, വേറെ കുറച്ച് നേതാക്കളൊക്കെ ഉണ്ട്. ഇവരെല്ലാവരും ചേർന്നിട്ട് ഒരു രാഷ്ട്രീയ ധ്രുവീകരണം ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. നാളെ ഇവർക്ക് ആരെ കൂടെ നിന്നാൽ നാളെ തങ്ങൾക്ക് നേട്ടം ഉണ്ടാകും, അവർക്കൊപ്പമേ ഇവർ നിൽക്കുകയുള്ളൂ. അതെ. ഇപ്പോൾ കേരളത്തിൽ 2026 നടക്കാനുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ എല്ലാവരും ഉന്നം വയ്ക്കുന്നത്. തീർച്ചയായിട്ടും ഈ രാഹുലിനെതിരെ ഇങ്ങനെ ഏതോ ഒരു സ്ത്രീകൾ പരാതി പറഞ്ഞപ്പോൾ ചോദ്യവും പറയലില്ലാതെ മാറ്റി നിർത്താനുള്ള കാരണം ആ ഭരണം നഷ്ടമാകുമോ, ഇനിയും നമുക്ക് ലഭിക്കാനിരിക്കുന്ന ഒരു ഭരണമാണെന്ന് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. കാരണം പിണറായി വിജയൻ്റെ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നിരവധി കാരണങ്ങളുണ്ട്. ഇഷ്ടംപോലെയുണ്ട്, ഒത്തിരി കാരണങ്ങളുണ്ട്. അപ്പോൾ കോൺഗ്രസിന് അനുകൂലമായൊരു അന്തരീക്ഷമാണ്, സാഹചര്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ഒരു സംഭവം വീണ് കിട്ടിയപ്പോൾ അത് കോൺഗ്രസിന് വലിയ അടിയാവും. അതിന് നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭരണം കിട്ടില്ല. അത് മാത്രമല്ല പ്രതിഭ, നമുക്ക് ഒരു കാര്യം കൂടെ പറയേണ്ടി വരും. അതായത് നമ്മൾ ആദ്യം തുടക്കത്തിൽ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു KS സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്ന്. ഇവർ പുതിയ KPCC പ്രസിഡന്റിനെ കൊണ്ടുവന്നു, സണ്ണി ജോസഫ് എന്ന് പറഞ്ഞൊരു KPCC പ്രസിഡന്റിനെ കൊണ്ടുവന്നു. ഇവരൊരു പുതിയ സമിതിയെ ഉണ്ടാക്കി. വിഷ്ണുനാഥും അടൂർ പ്രകാശും ഒക്കെ അടങ്ങിയ ഒരു പുതിയ AP അനിൽകുമാർ ഒക്കെ അടങ്ങിയ ഒരു സമിതി ഉണ്ടാക്കി. ഒരു കേവലം ഒരു ചെറിയ സംശയം, ഒരു DCC പ്രസിഡന്റിനെ മാറ്റി സ്ഥാപിച്ച് പുതിയൊരു DCC പ്രസിഡന്റ് കൊണ്ടുവരാൻ ഈ പുതിയ KPCC സമിതിക്ക് കഴിഞ്ഞോ? ഇതുവരെ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? അവിടെയാണ് VD സതീശന്റെ ഒറ്റ കടുംപിടുത്തം. പല സ്ഥലങ്ങളിലും ഇന്നാര് മതി എന്നുള്ള കടുംപിടുത്തത്തിന് വശംവദനമായി. എത്രയെങ്കിലും ദിവസം ഡൽഹിയിൽ അവർ തങ്ങിയല്ലോ. ഇവർക്കൊരു കേവലം ഒരു തീരുമാനം എടുക്കാൻ അവരെ കൊണ്ട് പറ്റിയിട്ടില്ല. ഒരു തദ്ദേശ ഇലക്ഷൻ അടുക്കാൻ പോവുകയാണ്. ഇനി ഒരു മാസം എങ്ങാണ്ടേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഇതിപ്പം സെപ്റ്റംബർ മാസം, ഒക്ടോബർ, നവംബറിൽ തിരഞ്ഞെടുപ്പ്. ഇനി കേവലം ഒരു മാസം കൊണ്ട് ഒരു ബ്ലോക്ക് കമ്മിറ്റി പോലും ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പ്രദീപ്, ഇവിടെ നമ്മൾ ആന്റി ഇൻകംബൻസി എന്ന് പറയുമ്പോൾ പ്രദീപ് തന്നെ മുസ്ലിം ലീഗിന്റെ കാര്യം പറഞ്ഞു. മുസ്ലിം ലീഗ് ആകെ ഭയങ്കരമായിട്ട് ഇതായിട്ട് നിൽക്കുകയാണ്. അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഞാണിമക്കളെ അവസാന ഞാണിമക്കളെയാണ്. ഇനി ഭരണം ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ലീഗ് തീർന്നു. ഒരു കാരണവശാലും കേരളത്തിൽ UDF ഉണ്ടാവില്ല. UDF നിലനിന്നാൽ പോലും ലീഗ് അതിലുണ്ടാവില്ല. തീർച്ചയായിട്ടും. അത് കാരണം അവർക്ക് ഭരണമില്ല. പിന്നെ നമ്മൾ ഇന്നുവരെ കാണാത്ത ചില മുന്നണി സമവാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച CPI ഒക്കെ വരും. CPI ഒക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് വേറൊരു ഗെയിം കളിക്കാൻ വേറൊരു അച്ചുതണ്ട് വേണമെങ്കിലും ഉണ്ടാകാം. പക്ഷെ എന്ത് തന്നെയാലും ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലതൊട്ടപ്പൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഷാഫി പറമ്പിൽ, AICCയിലെ പ്രിയങ്ക ഗാന്ധിയുമായിട്ടൊക്കെ വളരെ പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഒക്കെ ആയിട്ട് ഈ ഷാഫി പറമ്പിൽ വളരെ അടുത്ത ബന്ധമാണ്. നേതാവെന്ന രീതിയിൽ വളരെ നല്ലൊരു ബന്ധമുണ്ട്. ഈ ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ വളരെ വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകളെ യുവനിരയിൽ നിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനും തെരഞ്ഞെടുപ്പിനെ നേരിടാനും രാഹുൽ ഗാന്ധി താല്പര്യപ്പെടുക. അതെ, ഒരു അധികാരം അങ്ങനെയുള്ളൊരു തലത്തിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ യുവാക്കൾ കൂടുതലായിട്ട് വരും. പിന്നെ ഒന്നുകൂടെ ഇതിൽ നമുക്ക് പറഞ്ഞു വയ്ക്കാൻ പറ്റും, ഷാഫി പറമ്പിൽ ഒരു ന്യൂനപക്ഷ മുഖമാണ്. അതെ, അതും കോൺഗ്രസിന് ഒരു ക്യാച്ചിങ് പോയിന്റ്. അല്ല, അത് മറ്റൊരു വിഷയം കൂടി ഇതിൽ പറയാനുണ്ട്. അതായത് ഇപ്പോൾ ഷാഫി പറമ്പിൽ വടകര MP തന്നെയാണ്. പക്ഷേ കോൺഗ്രസിനാവട്ടെ മാർക്സിസ്റ്റ് പാർട്ടിക്കാവട്ടെ ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടായിട്ട് അനവധി വർഷങ്ങളായി. തീർച്ചയായിട്ടും. അപ്പോൾ ഈ രാഷ്ട്രീയ സമവാക്യങ്ങൾ മറിഞ്ഞു വരുന്ന കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു അലയൻസ് ഉണ്ടാവുകയാണെങ്കിൽ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പദം സ്വപ്നം കാണുന്ന ആളുകളെല്ലാം താഴെ പോകും. തീർച്ചയായിട്ടും. ഇവരുടെ ഈ സ്വപ്നങ്ങളൊക്കെ വലിച്ചു കയറി ദൂരെ എറിയും. തീർച്ചയായിട്ടും. അപ്പോൾ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം
പല നേതാക്കന്മാരും ഇപ്പോൾ ഞാണിന്മേ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ അച്ചടക്ക നടപടിക്രമങ്ങൾ പലർക്കും ഇത് ശരിക്കും വന്ന് പെട്ടുപോയൊരു വിഷയമായി. ഇത് കൈകാര്യം ചെയ്തതിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് വലിയ പാകപ്പിഴ വലിയ പിഴവ പറ്റി, വലിയ പാകപ്പിഴ പറ്റിയിട്ടുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു MLA ആണ്, യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തിരുന്ന ആളാണ്. കൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ നമ്മൾ ഈ കുറച്ച് നാളുകളായിട്ട് ചർച്ച ചെയ്യുമ്പോൾ അറിയാൻ പറ്റും, വലിയൊരു ജനപിന്തുണയുള്ള നേതാവായി മാറി രാഹുൽ. അതെ, അതായത് ഇപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ വരുന്ന ഓരോ അഭിപ്രായങ്ങൾ പരിശോധിച്ചറിയാൻ പറ്റും. അത് ഏതെങ്കിലും സൈബർ സഖാക്കളോ അല്ലെങ്കിൽ സൈബർ ഗുണ്ടകൾ ഇരുന്നിട്ട് വി ഡി സതീശൻ്റെ അണികൾക്കൊപ്പം അണികളെ ചേരിതിരിഞ്ഞ് ആക്രമിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റേതായിട്ടുള്ള ഒരു ഇടം കണ്ടെത്താൻ ഇതിലൂടെ പറ്റിയിട്ടുണ്ട്. അഥവാ രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനാണെന്ന് ഒരു പരിധിവരെ ജനം വിശ്വസിക്കുന്നില്ല. ഇതൊരു നാടകത്തിൻ്റെ ഭാഗമാണെന്നാണ് പലരും വിശ്വസിക്കുന്നത്. ഈ ഒരു വിശ്വാസം തെരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ടു പോകാൻ രാഹുൽ ക്യാമ്പിനായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അധികാരത്തിൻ്റെ സമവാക്യങ്ങൾ മാറിമറിയും. നേരത്തെ അയ്യപ്പൻ പറഞ്ഞ പോലെ കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയ ധ്രുവീകരണം അല്ലെങ്കിൽ പുതിയ ചില മുന്നണിക്ക് ചില മാറ്റങ്ങൾ വരാൻ മാറ്റം ഉണ്ടാവാം, നേതൃമുഖം മാറാൻ സാധ്യതയുണ്ട്. അതെ, എന്തായാലും കേരളത്തിൽ ഇന്നത്തെ ഇപ്പോൾ AICCയുടെ വക്താക്കളായ പല ആളുകളും ഒരുപക്ഷെ അധികാരത്തിലേക്ക് വന്നേക്കാം. അതിന് ഷാഫി പറമ്പലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും അടക്കമുള്ള ഒരു യുവനിരയുണ്ട്. അബിൻ വർക്കി തുടങ്ങിയിട്ടുള്ള, ഡീൻ കുര്യാക്കോസ് തുടങ്ങിയിട്ടുള്ള ഒരു വൻ യുവനിര തന്നെ നമുക്ക് കാണാൻ കഴിയും. അതെ, ഇന്നിപ്പോൾ ഒരു കാലത്ത് സതീശൻ്റെ പിള്ളേരെന്ന് അറിയപ്പെട്ടിരുന്ന ആളുകൾ ഇന്നിപ്പോൾ പലരും സതീശൻ്റെ ക്യാമ്പിൽ നിന്ന് മാറി നിന്ന് ഒരുപക്ഷെ സതീശനെതിരായിട്ട് വരുമോ എന്നുള്ളത് പോലും അറിയാൻ പറ്റാത്ത. ഏതായാലും നമ്മൾ ചിന്തിച്ച പോലെ ഒരു ന്യൂനപക്ഷ മുഖം എന്ന രീതിയിൽ ഷാഫിയുടെ മുഖം പോലും ഉയർത്തിക്കാട്ടി കോൺഗ്രസ് അടുത്ത തിരഞ്ഞെടുപ്പിൽ നേരിടില്ല എന്ന് പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ വടകര MP ആയി ഷാഫി പറമ്പലിനെ പാലക്കാട് MLA സ്ഥാനം രാജിവെപ്പിച്ച് അങ്ങോട്ട് വിടുമ്പോൾ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾക്ക് കൃത്യമായൊരു ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ടാവും. അത് ശൈലജ ടീച്ചറെ പരാജയപ്പെടുത്തി MP സ്ഥാനം പിടിച്ചെടുക്കാമെന്ന് മാത്രമേ ആയിരിക്കില്ല, അതിനെ അവിടെ മുരളീധരനായാലും നടക്കുമായിരുന്നു. തീർച്ചയായിട്ടും വടകര മുരളീധരൻ ജയിച്ചിട്ടുള്ളതാണ്. അതെ, അപ്പോൾ അതിൻ്റെ പുറകിൽ കൃത്യമായ. ഏതായാലും നമ്മുടെ സംസാരം നമ്മൾ ചുരുക്കുമ്പോൾ നമുക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, സ്ഥാനമോഹികൾ ഉടുപ്പ് തച്ചിട്ടിരിക്കുന്നവർ അവർക്കൊക്കെ വിചാരിക്കുന്ന രീതിയിൽ കാര്യം എത്തണമെന്നില്ല. അതെ, മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ചു വെച്ചിരിക്കുന്ന ആളുകൾക്ക് അത് അണിയാനുള്ള ഒരു ഭാഗ്യം എല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചില പുതിയ സമവാക്യങ്ങൾ ഉണ്ടായാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു അധികാര വികേന്ദ്രീകരണം ഉണ്ടാകും, ധ്രുവീകരണം ഉണ്ടാകും, യാതൊരു തർക്കവുമില്ല.